ഹല്ലേലൂയ. Praise you, Jesus. സന്തോഷമുള്ള അധരങ്ങളോടെ ശബ്ദം ഉയർത്തി കർത്താവിന് നമുക്കൊരു മഹത്വം കരേറ്റാം. Let us lift our ഹല്ലേലൂയ, voice and praise ഹല്ലേലൂയ, God this morning. ആമേൻ. Hallelujah. കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം കരേറ്റുന്ന വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് അവസരം തന്നല്ലോ. May God's name be glorified. I thank God for giving us another opportunity to be in the presence of God this morning. ദൈവവചനം നമുക്ക് കേൾക്കുവാനായി നമ്മുടെ കാതുകളെ തുറക്കാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായി. Let us be with much prayer and open our ears to listen to the word of God this morning. ഇന്ന് രാവിലെ നമുക്ക് മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. Let us turn to the book of Matthew, the Gospel of Matthew, chapter 14, verse 22 through 32. ഞാൻ ആദ്യം മലയാളത്തിൽ വായിക്കാം, അതിനുശേഷം സാം ഇംഗ്ലീഷിൽ വായിക്കും. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമായതുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അത് ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മീതെ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്നവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ, കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. പടകിലുള്ളവർ, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. Chapter 14, verse 22 on. Immediately Jesus made the disciples get into the boat and go on ahead of him to the other side, while he dismissed the crowd. After he had dismissed them, he went up on the mountainside by himself to pray. When evening came, he was there alone, but the boat was already a considerable distance from the land, buffeted by the waves because of the wind was against it. During the 4th watch of the night, Jesus went out to them walking on the lake. When the disciples saw him walking on the lake, they were terrified. "It is a ghost," they said, and cried out in fear. But Jesus immediately said to them, "Take courage, it is I, don't be afraid." "Lord, if it is you," Peter replied, "tell me to come to you on the water." "Come," he said. Then Peter got out of the boat, walked on the water, and came toward Jesus. But when he saw the wind, he was afraid and began to sink, cried out, "Lord, save me." Immediately Jesus reached out his hand and caught him. "You of little faith," he said, "why did you doubt?" And when they climbed into the boat, the wind died down. Then those who were in the boat worshipped him, saying, "Truly you are the Son of God." ആമേൻ. Amen. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേട്ടത് ടച്ച് ഓഫ് ഫെയ്ത്ത് ആൻഡ് ദി എനർജി ഓഫ് ഗ്രേസ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. വിശ്വാസത്തിൻ്റെ ഒരു സ്പർശനം, അതിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയുടെ വ്യാപാരം, ശക്തി എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. Last week we talked about the touch of faith and the grace that is abounding through that. That is the subject that we talked about last week. ഇന്ന് നമ്മൾ ഈ ഭാഗത്തെ അടിസ്ഥാനമാക്കി എ സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ദ സഫിഷ്യൻസി ഓഫ് ക്രൈസ്റ്റ് എന്ന വിഷയം, ഒരു വിശ്വാസത്തിൻ്റെ ഒരു ചുവടും കർത്താവിൻ്റെ പര്യാപ്തതയും. എത്ര പര്യാപ്തതയുള്ളവനാണ് കർത്താവ്, തികഞ്ഞവനാണ് കർത്താവ് എന്നുള്ളത്. Today we're going to talk about the step of faith and how sufficient our Lord Jesus Christ is. That is the subject matter today. ഒരു കഥ വായിച്ചിട്ടുള്ളത് ഓർക്കുന്നു. ബിഹേവിയറൽ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ളത്, ജീവികളുടെയും മനുഷ്യരുടെയൊക്കെ ബിഹേവിയറിനെ, ആചരണത്തെ കുറിച്ച് പഠിക്കുന്ന ചില ശാസ്ത്രജ്ഞന്മാർ. I have read a story about the group of scientists study the behaviors of animals and human beings and the psychology behind that. അവർ ഒരു ടാങ്കിനകത്ത് ചില എലികളെ വെച്ചു.
They put some rats in a tank അതിനകത്ത് വെള്ളം നിറച്ചു. and they fill the tank with water. അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുവാൻ മേലാത്തതുപോലെ ആ ടാങ്ക് അടച്ചു. So they have closed the lid, put a lid to the tank where the rats could not escape. എന്നിട്ട് എത്ര സമയം അവര് ആ വെള്ളത്തിൽ സർവൈവ് ചെയ്യുമെന്ന് ഇങ്ങനെ സൂക്ഷിച്ച് So they നോക്കിക്കൊണ്ട്. were observing the rats to see how long the rats will survive in the water. അപ്പോൾ ആവറേജ് ടൈം എന്ന് പറയുന്നത് ആ എലികളൊക്കെ വെള്ളത്തിൽ മുങ്ങി മരിക്കാനായിട്ട് എടുത്ത് 17 മിനിറ്റാണ്. So the most of the rats only survived for 17 minutes before they drowned. അത് കഴിഞ്ഞപ്പോൾ അവരൊരു കാര്യം ചെയ്തു, ഇതേ എക്സ്പെരിമെന്റ് പിന്നെ അവർ റിപ്പീറ്റ് ചെയ്തു. So after a while they repeated the same experiment. മറ്റു കുറച്ച് എലികളെ ഇതുപോലെ തന്നെ ആ ടാങ്കിൽ So വെച്ചു. they put another group of rats and did the same thing with the tank. പക്ഷേ ഈ പ്രാവശ്യം ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. But this time there was something different. ഇവ മുങ്ങി ചാകാൻ തുടങ്ങുമ്പോഴത്തേക്ക് The rats were drowning. അവര് ആ എലികളെ റെസ്ക്യൂ ചെയ്യും. So they rescued the rats. എന്നിട്ട് അതിനെ ഫീഡ് ചെയ്യും. They would feed them. ഡ്രൈ ചെയ്ത് അതിനെ കേജസിലേക്ക് വെക്കും. So they would dry the rats and return them the cages. എന്നിട്ട് അതിനെ ഫീഡ് ചെയ്ത് ഇച്ചിരി സമയം കുറച്ച് ദിവസങ്ങൾ കളിച്ചൊക്കെ നടക്കാനായിട്ട് അതിനെ So അനുവദിക്കും. they would give them some freedom to play around for a few days. അതിനുശേഷം വീണ്ടും അതേ എലികളെ ഈ ടാങ്കിലേക്ക് ഇങ്ങനെ വെച്ചു. After that they would put the same rats in the same tank and repeat the experiment. അപ്പൊ ആദ്യ പ്രാവശ്യം 17 മിനിറ്റ് വെള്ളത്തിൽ സർവൈവ് ചെയ്ത സ്ഥാനത്ത് ഈ എലികള് 36 മണിക്കൂർ സർവൈവ് ചെയ്തു. So the first group of rats only survived 17 minutes, but these rats survived 36 hours. യെസ്. അപ്പോൾ അതിന് കാരണമായിട്ട് ഈ സയന്റിസ്റ്റ് പറഞ്ഞത്, So the reason the scientists observed for that reason, ഈ പ്രാവശ്യം അവർക്ക് ഹോപ്പ് ഉണ്ടായിരുന്നു. there was a hope, these rats, that they will be survived. കാരണം ഇൻ ബിറ്റ്വീൻ അവർ മുങ്ങിച്ചാകാൻ തുടങ്ങിയപ്പോൾ അവരെ റെസ്ക്യൂ ചെയ്തു, പുറത്തു കൊണ്ടുപോയി ഫീഡ് ചെയ്തു, കളിക്കാൻ അനുവദിച്ചു, പിന്നെയും ഇവരെ ഈ ടാങ്കിൽ ഇട്ടിരിക്കുക. So they were rescued once and they were dried up and fed and they put them back to the tank, so there was a hope of survival. അപ്പൊ ഈ പ്രാവശ്യം വെള്ളത്തിലായപ്പോഴും മുങ്ങിച്ചാകാനൊക്കെ പോകുമ്പോഴും അവർ സർവൈവ് ചെയ്യാനുള്ളൊരു തുടിപ്പ്, ഒരു ആവേശം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം ഒരാശയുണ്ട്. As they were drowning, they had a hope, the glimmer of hope that they will be survived or saved this time also. അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, വിശ്വാസികളുടെ ജീവിതത്തിൽ സത്യമാണ്. It is so true in the life of believers, the same hope. നമ്മൾ കടന്നു പോകുന്ന വലിയ ട്രൈയിങ് സർക്കംസ്റ്റാൻസസ് ഉണ്ടല്ലോ, വളരെ പ്രയാസകരമായ പരിശോധനകൾ, അതിൻ്റെ മധ്യത്തിൽ നമ്മെ നിർത്തുന്നത് നമുക്കൊരാശയുള്ളത് കൊണ്ടാണ്. There is a hope that we have among the trials and the tribulations that we go through, that we will survive these trials. നമുക്കൊരാശയുണ്ട് ഈ കഷ്ടങ്ങൾ താൽക്കാലികമാണെന്ന്. We have a hope that these sufferings are temporary. നമുക്കൊരാശയുണ്ട് ഇതിനപ്പുറത്തൊരു നിത്യജീവനുണ്ട് എന്ന്. There is a hope that we have an eternal life after these troubles. നമുക്കൊരാശയും ഉറപ്പുമുണ്ട്, നമ്മോട് കൂടെ ഈ കഷ്ടങ്ങളിൽ ഇരിക്കുന്ന ഒരുവനുണ്ട്. We have a hope and assurance that there is somebody with us in this suffering. അപ്പൊ ആ ആശ കൊണ്ട് നമ്മൾ കഷ്ടതയിലും പ്രശംസിപ്പാനും സഹിഷ്ണുത കാണിപ്പാനും ഇവിടെയാവുക. Because of that hope we have the endurance and the ability to think that we will overcome this. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ആരംഭിച്ച മിറക്കിൾസ് ഓഫ് ജീസസ്, യേശു ചെയ്ത അത്ഭുതങ്ങളുടെ ആ സീരീസിൽ ഈ അത്ഭുതം ഇന്ന് രാവിലെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകും. So we're going to consider this miracle as a series of the miracles that we have been talking about of Jesus. അപ്പോസ്തലനായ പത്രോസിന്റെയും ജീവിതത്തിൽ ഇതുപോലെ തന്നെയുള്ള ഒരു ഫെയ്ത്ത് ബിൽഡിംഗ്, ഹോപ്പ് ബിൽഡിംഗ് എക്സ്പീരിയൻസ് ഇവിടെ നടക്കുന്നതാണ് നമ്മൾ So we കാണുന്നത്. see in the life of Apostle Peter such a faith building experience or a miracle that is happening. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്പനിമിഷങ്ങൾ ഞാൻ പറയട്ടെ. I want to give you the background for a few minutes. യേശു കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിച്ചതിന് ശേഷം, 5000 പുരുഷന്മാരെ മാത്രം, അതിനോട് കൂടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു, അവരെ പോഷിപ്പിച്ചതിന് ശേഷം, after Jesus has fed the 5,000 men alone, but there were women and children along with that, this experiment or this incident happening right after that. ഇമ്മീഡിയറ്റ്ലി എന്ന് എഴുതിയിരിക്കുന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് വാസ്തവത്തിൽ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 45 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. And we also should read Mark's chapter Gospel 5:24-34 along with it,
and that happened right preceding this. രണ്ട് ഭാഗങ്ങളും നമുക്ക് ചേർത്ത് വായിക്കുവാൻ ഒരുമിച്ച് വായിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് പാസിംഗ് റെഫറൻസ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. I am using only as a reference because we do not have time to read both. ഇവിടെ രണ്ടിടത്തും കാണിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്, കൊടുത്തിരിക്കുന്ന പദപ്രയോഗമുണ്ട്. There is a one particular phrase that is used in both places. ഈ സംഭവത്തിന് ശേഷം അഥവാ ഈ അഞ്ചപ്പം കൊണ്ട് 2 മീൻ കൊണ്ട് 5000 പോഷിപ്പിച്ചതിന് ശേഷം യേശു അവരെ അക്കരയ്ക്ക് പോകുവാൻ ബെത്സയിദായുടെ ഭാഗത്തേക്ക് പോകുവാൻ നിർബന്ധിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. It is written in both passages that Jesus kind of forced them to go to Bethsaida right after the miracle of 5,000. അപ്പോൾ യേശു അവരെ നിർബന്ധിച്ച് ഈ ബോട്ടിൽ കയറി പടകിൽ കയറി പോകുവാൻ നിർബന്ധിക്കുന്നുവെങ്കിൽ അതിന് തീർച്ചയായിട്ടും കാരണമുണ്ട്. And there is a reason why Jesus was forcing them or encouraging them to go to the other side. യേശു അവരെ നിർബന്ധിച്ച് അയക്കുക മാത്രമല്ല, Not only he was forcing them to go, എന്നിട്ട് അവൻ പ്രാർത്ഥിപ്പാനായി മലയിലേക്ക് കയറിപ്പോയെന്ന് എഴുതിയിരിക്കുന്നു. it is also written that he went to a mountainside to pray for him by himself. അപ്പോൾ ശിഷ്യന്മാർ തനിയെ പടകിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. So the disciples alone are in the boat by themselves in the sea. യേശു തനിയെ മലയിൽ കയറി പ്രാർത്ഥിക്കുകയാണ്. Jesus gone on to the mountainside to pray by himself. രണ്ട് കൺസേൺസ് നമുക്കിവിടെ ഈ ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാവും. We understand two concerns when we study this passage. യേശു കർത്താവിന്റെ രണ്ട് പ്രധാന താല്പര്യങ്ങൾ. There are two desires of Jesus Christ mentioned here. ഒന്ന്, തന്റെ പിതാവിനോടൊത്ത് തനിക്ക് ചെലവഴിക്കേണ്ട സമയം. He wanted to spend time alone with his father. ഈ 5000 പോഷിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവനെ പിടിച്ച് രാജാവാക്കാനായിട്ട് അവർ വന്നതാ. And the people came to make him the king after he fed the 5,000. അതിലൊന്ന് ഗ്ലോട്ട് ചെയ്ത് ഒന്ന് ബ്രാഗ് ചെയ്തുകൊണ്ടൊക്കെ അതിൽ പ്രശംസിച്ചും പറഞ്ഞു വേണമെങ്കിൽ അവിടെ ഇരിക്കാമായിരുന്നു. He could have sat in that place gloating and enjoying the presence of that, the pride that he had in that. എന്നാൽ immediately ഉടനെ തന്നെ എന്ന് എഴുതിയിരിക്കുന്നത്, But it is written that immediately Jesus decided to leave that ശിഷ്യന്മാരെ പടക് കയറി പോകുവാൻ നിർബന്ധിച്ചു. place. And he forced the disciples to get on the boat and to go to the other താൻ side. തനിയെ പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി കയറിപ്പോയി. He himself went to pray to his father alone. ഇവിടെ ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്, We understand as we study this passage. ഒന്ന്, തന്റെ പിതാവിനോടൊത്ത് കഴിക്കുന്ന സമയത്തിൽ തനിക്കുള്ള താല്പര്യം. First was his desire to spend time alone with his father. രണ്ട്, പ്രയാസങ്ങളുടെ മധ്യത്തിൽ തന്റെ ശിഷ്യന്മാരോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ്. We also see a Jesus who want to be with his disciples as they were going through the trouble. അപ്പോൾ യേശു കർത്താവിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത്, Regarding Jesus, the word of God says, കർത്താവിനെ കുറിച്ച് പറയുന്ന അവൻ ഉന്നതങ്ങളിൽ അധിവസിക്കുന്നു, and he was in the high, he dwelt among the high, it says, എങ്കിലും താഴ്മയുള്ളവനെ അവൻ കടാക്ഷിക്കുന്നു. but even though he is in the high, but he also considers the ones who are അപ്പോൾ lowly. സ്വർഗ്ഗത്തിൽ വസിക്കുന്നവനായ ദൈവം The one who is in the great heavens, എന്തുകൂടെ ചെയ്യുന്നവനാ? what also he do? താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്ന He ദൈവം കൂടെ. considered the lowly and the humble. ദരിദ്രനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നവൻ, He is the one who brings the lowly from the dust. എളിയവനെ കുപ്പയിൽ നിന്ന് And എഴുന്നേൽപ്പിക്കുന്നവൻ. he is the one who brings the humble from the lowest അവൻ state. പക്ഷേ എവിടെ ഇരിക്കുന്ന ദൈവമാ? But where is he dwelling? ഉന്നതങ്ങളിൽ He അധിവസിക്കുന്നവനായ dwells among the high. ഇത് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള We കാര്യം. have a difficulty understanding this concept. ഇവിടെ യേശു കർത്താവ് തന്റെ പിതാവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി മലയിൽ കയറിപ്പോയിരിക്കുകയാണ്. And here Jesus gone on to the mountainside to be in the presence of his father. ഏകനായി പിതാവിനോടൊത്ത് സമയം He ചെലവഴിക്കുകയാണ്. wanted to spend time alone with his father. എന്നാൽ എന്തൊരു ആശ്വാസം ഇത് നമുക്ക് നൽകുന്നത്. But it gives us great joy. The one who is in the presence of the Father, ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന പുത്രൻ, his eyes are also on his disciples. അവന്റെ കണ്ണുകള് അവന്റെ ഡിസൈപ്പിൾസിന്റെ മേലുണ്ട്. ഇന്ന് രാവിലെ എത്ര പേർക്ക് അതോർത്ത് സന്തോഷമുണ്ട്? How many of you are joyful remembering that concept? മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് അവനെ ദൈവ മഹിമയുടെ വലത്ത് ഭാഗത്ത് അവൻ മധ്യസ്ഥത കഴിക്കുന്നെന്ന് He എഴുതിയിരിക്കുന്നു. says he's interceding for us on the right hand of his father
those he was resurrected from the dead. അവിടെയുള്ള ദൂതന്മാരുടെ ആരാധനയും സ്വർഗത്തിലെ പ്രമോദങ്ങളും എല്ലാം അനുഭവിച്ചു വെറുതെ ഇരിക്കുകയല്ല. He is not sitting idle enjoying the worship of the angels and sitting idly in the presence of തന്റെ the Father. ജനത്തിനു വേണ്ടി അവൻ മധ്യസ്ഥത He കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. is interceding for people like us. എനിക്ക് നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥത He is കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. interceding for you and I. നമ്മുടെ പ്രയാസങ്ങൾ അവൻ ഏറ്റെടുക്കുവാൻ ഒരുക്കമുള്ളവനായതിനെ He നോക്കിക്കൊണ്ടിരിക്കുകയാണ്. is a willing Father to take on our troubles and our problems. ഇന്ന് രാവിലെ അതാ നമ്മുടെ റിലീഫ്. And that is the greatest relief we have. കർത്താവ് സ്വർഗമഹിമയുടെ വലതുഭാഗത്തിരിക്കുന്നവൻ നമ്മളെയും കാണുന്നുണ്ട്. Even though he is a mighty God sitting in the presence of the Father. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അവന്റെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. His eyes are all over the world looking for those who are trusting in him. ഈ ലേക്ക്ലാൻഡ് IPCയുടെ സാങ്ച്വറിയിൽ അവന്റെ കണ്ണുകൾ ഇന്ന് നോക്കിക്കൊണ്ടിരിക്കാന്ന് എത്ര പേർക്ക് How വിശ്വാസമുണ്ട്? many of you believe his eyes are on those people in the Lakeland IPC sanctuary? എന്റെ നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. He is identifying and recognizing your personal നമ്മൾ life. വ്യക്തികളായും കുടുംബങ്ങളായും കടന്നു പോകുന്ന സാഹചര്യങ്ങളെ അവൻ He കണ്ടുകൊണ്ടിരിക്കുകയാണ്. understands the troubles and the problems that you're going through as individuals, as അവൻ families. പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മയും വഹിച്ചുകൊണ്ടായിരിക്കുന്നത്. You see, even though he is in the side of his Father, he is carrying our burdens. ഇസ്രയേലിന്റെ മഹാപുരോഹിതൻ 12 ഗോത്രങ്ങളുടെയും പേരുകൾ വഹിച്ചുകൊണ്ട് പതക്കത്തിൽ വഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നത് പോലെ Just like the high priest was standing in front of the God, representing the 12 types of Israel. അവൻ നമ്മയും വഹിച്ചുകൊണ്ട് തന്റെ പിതാവിന്റെ സന്നിധിയിലായിരിക്കുകയാണ്. He is carrying us and standing in the presence of his Father. എന്റെയും നിങ്ങളുടെയും പേരുകൾ വഹിച്ചുകൊണ്ട് അവനായിരിക്കുകയാണ്. He is representing our names individually and in the presence of the Father. നമ്മുടെ കണ്ണുനീർ അവൻ കാണാതിരിക്കുന്നില്ല. He is not does see our tears. നമ്മുടെ ഞരക്കം അവൻ കേൾക്കാതിരിക്കുന്നില്ല. He hears your cries. നമ്മുടെ വിങ്ങുന്ന ഹൃദയങ്ങളെ അവൻ കാണാതിരിക്കുന്നില്ല. He understanding the throbbing and the sobbing hearts. നമ്മുടെ നടപ്പും കിടപ്പും അവന്റെ മുമ്പിലുണ്ട്. Our walk and our laying down in front of his. നമ്മുടെ നിരൂപണമെല്ലാം അവൻ ദൂരത്ത് നിന്ന് He ഗ്രഹിക്കുന്നത്. understands our thoughts from far away. സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. Can we worship God this ഇത്ര നല്ല morning? കർത്താവിനെ അറിയുവാൻ We have the fortune to understand this God വ്യക്തിപരമായി personally. നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ദൈവം അവൻ. There is a God who deals with us personally. ജനറലായിട്ട് മാത്രമല്ല, Not only generally, ആഗമന സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, not only for the universal church, പ്രത്യേക സ്ഥാനങ്ങളിലുള്ള സഭകൾക്ക് വേണ്ടി not മാത്രമല്ല, only for a church in a particular location. ഓരോ സഭയ്ക്കും ഓരോ വ്യക്തിക്കും വേണ്ടി Each church and each individual he is responsible for. ഇടപെടുന്ന ഒരു കർത്താവ്. There is a God who deals with each one ഇന്നത്തെ of us. നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസം അതാ. That is the greatest hope and joy that we have. എന്നെ ഏറ്റവും ഈ ഭാഗങ്ങൾ രണ്ടും കൂടെ ഞാൻ ചേർത്ത് വെച്ച് വായിച്ചപ്പോൾ ഏറ്റവും സന്തോഷിപ്പിച്ചത്, As I was reading these two passages together, there is something that gave me great joy. വൈകുന്നേരത്താണ് അവർ പടക് കയറിപ്പോയത്. And they were getting in the boat in the evening time. സന്ധ്യയായി, ഇരുട്ടുമായി. And just the dark of the evening just started. അപ്പോൾ രാത്രി ഏറെ ചെന്ന് കാണും. But it may have been late in the night. അവൻ മലയിൽ തനിയെ ഇരിക്കുകയാണ്. And he's alone in the mountainside. എന്നാൽ ശിഷ്യന്മാരെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നവർ പല നാഴിക ദൂരത്തായിരിക്കുന്നു. And regarding the disciples says that they were far away from the shore. എന്ന് പറഞ്ഞാൽ പല മൈലുകൾ ദൂരത്തായി കാണണം. That means it could be several miles from the shore. മത്തായി സുവിശേഷത്തിൽ അങ്ങനെയാ പറയുന്നത്. It is written like that in the Gospel of Matthew. മർക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന അവർ പടക് തണ്ടു വലിച്ചവർ നടുക്കടലിലെത്തി. And in Mark's Gospel it is said they were almost in the middle of the sea when that happened. യേശു ഇപ്പോഴും എവിടാ? Where is Jesus? മലയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. He is still on the mountainside praying. തന്റെ പിതാവിനോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുക. It is written about the Jesus who was convening with his Father. അങ്ങ് ദൂരത്തിരിക്കുന്ന കർത്താവ്, Jesus distant from his disciples. ഇരുട്ടില് ഒരു മലയിൽ തനിയെ ഇരിക്കുന്ന കർത്താവ് Jesus who was sitting in the dark on the mountainside. ഒരു കാഴ്ച കണ്ടു. He saw a sight. എന്താ കണ്ടത്? What did he see? തന്റെ ശിഷ്യന്മാര് തണ്ടു വലിച്ച് കുഴയുന്നത് അവൻ കണ്ടു. And he saw from a distance that the disciples were buffeted by the wind. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
അവൻ തനിയെ പിതാവിന്റെ സന്നിധി പ്രമോദിച്ചിരിക്കുകയാണ്, പ്രാർത്ഥനയിലായിരിക്കുക. Even though he's in prayer in the presence of God, enjoying the presence of God. എന്നാൽ അതിന്റെ മധ്യത്തിൽ തന്റെ ശിഷ്യന്മാര് തണ്ടുവലിച്ചു കുഴയുന്നതും അവൻ കണ്ടു. But he also saw the disciples getting tired and rowing the boat, trying to row the boat. എത്ര നല്ലൊരു കർത്താവാണ് നമുക്കുള്ളത്. What a blessed Savior that we have. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് In പോലെ Hebrews we read, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലയോ നമുക്ക് വേണ്ടത്. isn't that the kind of high priest that we need? പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, നിഷ്കളങ്കൻ, പാപികളോർ വേർവിട്ടവൻ. And he is a holy God who is away from the sinful people. അത് തന്നെയുമല്ല, That not only that, അവൻ നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് സഹതാപം കാണിപ്പാൻ കഴിയുന്നവനായ he is മഹാപുരോഹിതൻ. also a high priest that show favor to us in our weakness. ഹല്ലേലൂയ. Hallelujah. നമ്മളൊക്കെ എത്ര ബലഹീനരാ, And we are very weak people. എത്ര കഴിവും ശക്തിയും ഇല്ലാത്തവരാ, And we are very weak and tireless people. എത്ര തകർച്ചയോടെയാ നമ്മൾ പലരും ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. Many of you are sitting here broken this morning. ഒരുപക്ഷെ വലിയ വേദനകളുമായിട്ട് ഇരിക്കുന്ന പലരും ഉണ്ട് ഇന്ന്. Maybe you are going through many great pains and suffering in പക്ഷെ your എന്നെ life. സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. There is something that gives me great joy. എനിക്കൊരു മഹാപുരോഹിതനുണ്ട്. I have a high priest. എന്റെ വേദനകളിൽ, എന്റെ പ്രയാസങ്ങളിൽ എന്നോട് സഹതാപം He കാണിക്കുന്ന, shows great mercy towards me in my pain and my suffering. എന്നോട് അലിവ് കാണിക്കുന്ന, തീർന്നു പോകാത്ത കരുണയുള്ളവനായ, മാറിപ്പോകാത്ത വിശ്വസ്തതയുള്ളവനായ ഒരു ദൈവം എനിക്കുണ്ട്. He is a faithful God, shows faithfulness and grace and mercy towards me in my situation. ഹല്ലേലൂയ. Hallelujah. Thank you Jesus. Thank you Hallelujah. Jesus. Hallelujah. കഷ്ടങ്ങളും പ്രയാസങ്ങളും നമ്മൾ തന്നെയാണെന്ന് ഓർത്ത് ആരും വിഷമിക്കരുത്. Don't think that you're alone in your suffering and your pain. നമ്മുടെ മഹാപുരോഹിതൻ അങ്ങനെയുള്ളവനല്ല. Our high priest is not such a നമ്മെ God. വിട്ടിട്ട് പോകുന്നവനല്ല. He will not leave us alone. നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മെ നോക്കുന്നവനാ, കാണുന്നവനാണ്. He sees us and he has his eyes on us in our suffering. അവന്റെ കണ്ണ് അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. And his eyes are on us. ആ മലയിൽ ഇരുന്ന് തനിയെ ഇരിക്കുന്ന കർത്താവ് അവരെ കാണുകയാ Even ദൂരത്ത്. though he was alone on the mountainside, he saw his disciples suffering. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് കർത്താവ് ഈ കടലിന്മേൽ നടന്ന് അവരുടെ അടുത്തെത്തുകയാണ്. After that we see this Jesus walking on the water towards the boat. അവരെത്ര മണിക്കൂറുകളായിട്ട് തുഴയുകയാണ്. Many hours they have been trying to control the boat. എത്ര മൈൽ സ്പീഡിലാ കർത്താവ് നടന്നതെന്ന് അറിയത്തില്ല. We don't know how fast Jesus walked. എനിക്കാണെങ്കിൽ ഞാൻ ഇതിലെ നടക്കുമ്പം 10,000 സ്റ്റെപ്പ് നടക്കണമെങ്കിൽ I have to walk about an hour and a half. കർത്താവ് എത്ര സ്പീഡിലാണ് നടന്നത്. I don't know how fast Jesus was walking on the water. ആവശ്യത്തിന്റെ മധ്യത്തിൽ ശീഘ്രമായി വരുവാൻ അവൻ അറിയാല്ലേ. He knows come fast in our time of need. അവര് പോയി അതേ സ്പീഡിൽ കർത്താവ് നടക്കുകയായിരുന്നല്ലോ. If Jesus was walking at the same speed that they were walking, അവര് നശിച്ചു പോയാലും അവരുടെ അടുത്ത് വരാൻ പറ്റത്തില്ല. and even they would be perished, Jesus won't be able to get there. തക്ക സമയത്ത് But he knows come to our need in the right അവര് time. തണ്ടുവലിച്ച് കുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, And as they were laboring and buffeted by the wind, 4-ാം യാമത്തിൽ എന്ന് എഴുതിയിരിക്കുന്നത്. it says in the 4th watch, എന്ന് പറഞ്ഞാൽ രാവിലെ 3 തൊട്ട് 6 വരെയുള്ള സമയമാണ്. and that means the time of 3 to 6 in the morning. ഒരുപക്ഷെ ആശ മുഴുവൻ പോയ സമയത്ത് And all hope was lost during that time കർത്താവ് possibly. അവരുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. Jesus is walking towards them. അവിടെ എഴുതിയിരിക്കുന്നത് അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ട് അവർ ഭയന്നുപോയി. And it says that they were afraid because they saw somebody walking towards them. എന്തിനു വേണ്ടിയാ കർത്താവ് നടന്നു വന്നത്? Why did Jesus walk towards them? ശിഷ്യന്മാരെ ഒന്ന് ഇംപ്രസ് ചെയ്യാനായിരുന്നു. Is to impress them, എനിക്ക് വെള്ളത്തിന്മേലൊക്കെ നടക്കാൻ അറിയാം. to show them that I know how to walk on water. നമ്മൾ സാധാരണ പറയാറില്ല ഇഫ് യു ആർ പെർഫെക്റ്റ് വാക്ക് ഓൺ ദ വാട്ടർ എന്ന്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിൽ വെള്ളത്തെ നടക്കണമെന്ന്. എന്ന് പറഞ്ഞ കർത്താവ് ഒന്ന് കാണിക്കാൻ ശ്രമിക്കുക അവരെ. Jesus trying to flex his muscle and show them. എനിക്ക് ഈ കരയെ കൂടെ നടക്കാൻ മാത്രമല്ല വെള്ളത്തിന്മേൽ I നടക്കാനും. know how to walk on the water as well as walk on the ground. ആണോ? Is that what Jesus was doing? അല്ല, കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. But there Jesus had a particular purpose. എന്തിനു വേണ്ടിയാ? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവരിൽ എന്തോ ഒന്ന് ബിൽഡ് ചെയ്യാൻ കർത്താവ് He ആഗ്രഹിക്കുക. wanted to build something in them. അവരിൽ വിശ്വാസം ജനിപ്പിക്കാനും അവരിലുള്ള പ്രത്യാശ ശക്തീകരിക്കാനും. To give them a hope and a hope of the faith that they have in. ഇവർ തണ്ടുവലിച്ചു കുഴയാൻ കാരണം They were rowing all night and were tired. ആ കടല് ഭയങ്കരമായിട്ട് കാറ്റിനാൽ ഇങ്ങനെ തിരകൾ പൊങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. Because the waves were so high because of the wind. അതിന്റെ മധ്യത്തിൽ ഒരാൾ ഇങ്ങനെ
തിരയുടെ മീതെ കൂടെ നടന്ന് വരുന്നവരുടെ അടുത്തേക്ക് വരുന്നു. They saw somebody walking in that situation towards the boat. അവർ തണ്ടുവലിക്കാൻ അവൻ അനുവദിച്ചു. He had allowed them to row the boat and get tired. അവർ കുഴഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ വരെ പോലെ അവരെത്തി. And they have come to the point that they had no more strength to do that. വലിയൊരു കാറ്റിനാൽ അവർ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. It says they were buffeted by the waves and the wind. പക്ഷേ the Lord of the control, the Lord of the storm never loses the control. കാറ്റിന്റെ ദൈവം ഒരിക്കലും കൺട്രോൾ വിടുന്ന ഒരു ദൈവമല്ല. കാറ്റിനെയും കടലിനെയും ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായ എൻ്റെ കരത്തിൽ നിന്ന് ഈ കൊച്ചു കടലിലെ ഉയരുന്ന കൊച്ചു തിരകളൊന്നുമില്ല. And the one who created the wind and the waves by his word, the small waves that comes up in the ocean is nothing for him. പിശാച് നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്നത് പർവ്വത സമാനമായി നമ്മുടെ മുമ്പിൽ ആസിഫ് മൗണ്ടനസ് എന്ന് തോന്നുന്നത് പോലെ നിൽക്കുന്ന പ്രശ്നങ്ങളെ കാണിച്ച. Many times Satan brings his mountainous problems in front of us and confuses us. അപ്പോൾ അതിൻ്റെ മധ്യത്തിൽ നമ്മൾ അങ്ങ് വല്ലാതെ തകർന്നു പോകാറുണ്ട്. Many times we are perplexed and don't know what to do when those problems we face. ഇവയെല്ലാം ഒരു വാക്കിനാൽ ഉളവാക്കിയവൻ. But he made all these things with his word. അവൻ നമ്മോട് കൂടി ഉണ്ട് എന്ന് അറിഞ്ഞാൽ, if you understand that he is with us, ആ ധൈര്യവും പ്രത്യാശയും നമുക്കുണ്ടെങ്കിൽ we have the hope and that courage in our lives. നമ്മൾ നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമില്ലല്ലോ. There is no need for us to be fearful. നമുക്ക് കർത്താവിന് മഹത്വം കരേറ്റുവാൻ കഴിയണം. We should be able to give glory to God. ഇവയെല്ലാം സൃഷ്ടിച്ചവൻ, the one who created everything, ഇതിനെയെല്ലാം ഭരിക്കുന്നവൻ, the one who controls everything, ഇതിനെയെല്ലാം നിയന്ത്രിച്ച് നടത്തുന്നവൻ, the one who controls and sustains every one എന്നോട് of these. കൂടെയുള്ള ദൈവമാണ്. He is the God that who is with me every ഈ day. കാറ്റുകളെക്കാൾ അവൻ വലിയവനാണ്. He is bigger than the wind. ഈ ഉയരുന്ന തിരമാലകളെ അമർച്ചെയ്യുവാൻ അവന് കഴിവുള്ളവനാണ്. He is bigger than the high waves that comes against me. നിന്റെ പ്രശ്നങ്ങളോട് അടങ്ങുക എന്ന് പറയുവാൻ കഴിവുള്ളവനാണ്. He is the one who commands your problems to go away. നമുക്ക് ധൈര്യത്തോടെ കർത്താവിന് മഹത്വം Let us കരേറ്റാം. give thanks to God this morning. ഇത്ര നല്ല കർത്താവിനെ അറിയുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. Thank God that we are able to serve such a good God. ഇങ്ങനെ കടലിന്മേൽ നടന്നു വരുന്നവനെ കണ്ട് ഭയപ്പെട്ടു പോയവരോട് അവൻ പറയുക, And those who are afraid as they saw him walking on the water, ഭയപ്പെടേണ്ട, take courage. ഇത് ഞാൻ തന്നെയാണ്. It is I. എനിക്ക് അവിടെ മർക്കോസിന്റെ സുവിശേഷം വായിച്ചപ്പോൾ ഏറ്റവും താല്പര്യം തോന്നിയ ഒരു കാര്യം, And there is something in Mark's gospel that's something that encouraged me. അവിടെ എഴുതിയിരിക്കുക, they had not gained any insight from the previous incident. ഇതിനു മുമ്പ് സംഭവിച്ച സംഭവങ്ങളിൽ നിന്നൊന്നും അവരൊന്നും പഠിച്ചില്ലെന്നാണ് അവിടെ മർക്കോസിന്റെ സുവിശേഷം. എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാം കുഴപ്പം ഇവിടെ എഴുതി വെച്ചു. And that is the same problem we have. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരെയും കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും എല്ലാം പരിപോഷിപ്പിച്ചവൻ. And with 5 loaves of bread and 2 fish, he had taken care of 5,000 men and all the people who were there. അവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ കണ്ടിട്ടോ, They ഇവർ have കണ്ടിട്ടോ. seen him raising dead from people from the dead. അവന്റെ കരത്തിന്റെ അത്ഭുതങ്ങൾ ഇവർ കണ്ടിട്ടുണ്ട്. They have seen the miracle works of his hand. പക്ഷെ ഒന്നും പഠിച്ചില്ല. But they have not learned anything. വർഷങ്ങളായിട്ട് കൂടെ നടക്കുക കർത്താവിന്. For many years they have been with Jesus. വർഷങ്ങളായിട്ട് വചനം കേൾക്കുക, Many പഠിക്കുക. years they have been listening the word of God and learning from പക്ഷെ Jesus. ഇൻസൈറ്റ് ഒന്നും But കിട്ടിയിട്ടില്ല. they had no insight. എല്ലാം ഒരു ഉപരിപ്ലവമായ അനുഭവം. Everything was superficial to them. വെറും ഒച്ചപ്പാടും ബഹളവും. A lot of noise. ഇൻസൈറ്റ് കിട്ടാതിരിക്കുക. And they're lacking insight in their lives. നമ്മളിൽ ആരും അങ്ങനെ ആകരുതേ. I pray that none of us would be like that. അത്ഭുതങ്ങളെന്നും അങ്ങനെയുള്ള ഒച്ചപ്പാടുകളെന്നും ബഹളങ്ങളെന്നും എല്ലാം പറഞ്ഞ് നടന്നേച്ച് ഇൻസൈറ്റ് കിട്ടാതെ പോകരുത്. Many times we go after the miracles and all the things that we see, superficial things, but losing insight. വചനത്തിന്റെ ആഴങ്ങൾ കിട്ടാതെ പോകരുത്. Don't lose the depth of the word of God. ശിഷ്യന്മാരെ കുറിച്ച് അത് പ്രത്യേകം എഴുതിയിരിക്കുക. It is written carefully about the disciples. അവര് മനസ്സിലാക്കിയില്ല. They did not understand. ഇവൻ ആരാന്ന് They മനസ്സിലാക്കിയില്ല. did not understand who was walking ഇവൻ on the എത്ര water. വലിയവനാണെന്ന് They did മനസ്സിലാക്കിയില്ല. not understand the depth of Jesus' അതുകൊണ്ട് അവർ character. ഭയപ്പെട്ടു പോവുകയാണ്. So they were afraid. എനിക്ക് കർത്താവ് കൂടി ഉപയോഗിക്കുന്ന ആ ഉപയോഗ രീതി വളരെ ചിന്തിപ്പിക്കുന്നു. Something the phrase Jesus using really encouraged me. പത്രോസേ, ഭയപ്പെടേണ്ടത് യേശുവാ. Peter, do not be afraid, this is Jesus. മത്തായിയെ അല്ലെങ്കിൽ മറ്റുള്ള ശിഷ്യന്മാരെ വിളിച്ചത് ഞാനാ യേശുവാന്നല്ല പറയുന്നത്. And he is not saying I am Jesus. ദൈവത്തിന്റെ വചനത്തിൽ പലയിടത്തും എഴുതിയിരിക്കുന്ന കാര്യം, This is something written throughout the scriptures. ഇത് ആരാകുന്നാ പറയുന്നത്? Who is saying? ഇത്
ഞാനാകുന്നു. It is I. അത്രയും പറഞ്ഞാൽ മതിയല്ലേ? That's all we need. യേശു എന്ന് പറയേണ്ട കാര്യമില്ല. We don't need to say it is Jesus. ഇത് ഞാൻ ആകുന്നു. It is I. മോശ ചോദിച്ചു, നിന്റെ പേരെന്നാ ഞാൻ മിശ്രമിച്ചെന്ന് പറയേണ്ടത്? Moses asked, what should I tell your name is to Pharaoh? ഞാൻ എങ്ങനെയാ പരിചയപ്പെടുത്തേണ്ടത് നിന്നെ? How should I introduce you to Pharaoh? അപ്പം കർത്താവ് പറഞ്ഞു, The Lord said, ഞാനാകുന്നവൻ ഞാനാകുന്നു. I am who I am. That's all. That's all we need. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? What does that mean? ഞാൻ സ്വയംഭൂവായ ദൈവമാണ്. I am a self-contained God. ആരും മറ്റാരുമല്ല എന്നെ ഉളവാക്കിയത്. And nobody created me. ഞാൻ സ്വയംഭൂവായ ദൈവമാണ്. I created myself. ഞാൻ അനാദിയായും ശാശ്വതമായുമുള്ളവനാണ്. I am an eternal and permanent God. ഞാൻ മാറ്റം മറിച്ചിലുകളില്ലാത്തവനാണ്. I am the one who has no change. ഞാൻ ഇന്നെങ്ങനെ ആയിരിക്കുന്നുവോ നാളെയും അതുപോലെ ആയിരിക്കും. The way I am today I will be tomorrow. ഞാനാകുന്നവൻ. I am who I am. ഇവിടെ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു കർത്താവും പരിചയപ്പെടുത്തുന്ന അങ്ങനെ തന്നെയാണ്. That is the same way Jesus introducing himself. ഭയപ്പെടേണ്ട, ഇത് ഞാനാകുന്നു. Take courage, it is I. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ ശബ്ദം? Have you heard that voice before? ദൈവസന്നിധി കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, As you're praying in the presence of God, മനസ്സുരുകി നിലവിളിക്കുമ്പോൾ, as you're crying out, pouring your heart out to നിങ്ങൾ God, പറയുന്നത് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ചെവിയിൽ ഒരു മർമ്മര ശബ്ദം have കേട്ടിട്ടുണ്ടോ? you hear that whisper in your ears? ഭയപ്പെടേണ്ട, ഇത് ഞാനാകുന്നു. Do not be afraid, it is I. I caused to be what I am today. ഞാനാകുന്നവൻ ഞാനാകുന്നു. I am the one who I am. And I will be what I am today. ഞാൻ ഇന്നുള്ളതുപോലെ നാളെയും നിങ്ങളുടെ കൂടെ Hallelujah. Hallelujah. യേശു കർത്താവ് പറയുക, ഞാനാകുന്നു. Jesus is saying it is I. ഇന്ന് രാവിലെ നമ്മളിൽ എത്ര പേരാ നിരാശയോടെ ഇരിക്കുന്നത്? How many of you are sitting here disappointed? നമ്മുടെ കൂടെയുള്ളത് ആരാണെന്നുള്ള ചിത്രം നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. You should see that vision of who is with you. ഒരു സാധാരണ ദൈവത്തെ അല്ല നമ്മൾ We do സേവിക്കുന്നത്. not serve an ordinary ഈ God. ലോകത്തിലെ മനുഷ്യരെ സേവിക്കുന്ന, ആരാധിക്കുന്ന, ഒന്നും ചെയ്യുവാൻ കഴിവില്ലാത്തുള്ള ദൈവങ്ങളെ പോലെയുള്ള ഒരാളെ അല്ല നമ്മൾ We സേവിക്കുന്നത്. do not serve a God who has no ability to help those people like we see in the world. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, അവരുടെ ദൈവത്തിന് കണ്ണുണ്ട് പക്ഷേ കാണാൻ The പറ്റത്തില്ല. psalmist says their God has eyes but they cannot see. ചെവിയുണ്ട് പക്ഷേ കേൾക്കാൻ He has കഴിയുകയില്ല. ears but cannot hear. കൈയുണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. It has hands but it cannot do anything. അവയും അവയെ ഉണ്ടാക്കുന്നവരും അവയെ പോലെ തന്നെയാണ്. The God and the one who made the God, there's the same. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. But our God is in heaven. ഭൂമിയിൽ അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. In the earth he does whatever he pleases. എന്റെ ജീവിതത്തിൽ അവൻ തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. In my life he does what he pleases. സാമിന്റെ ജീവിതത്തിൽ ദൈവം തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. Pastor's life what he does he pleases. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവൻ തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. In every one of your lives he does what he pleases. അതുകൊണ്ട് ദൈവത്തിന് നമുക്ക് മഹത്വം കരേറ്റാം. So let us give glory to God this morning. അവന്റെ ചിന്തകൾ, അവന്റെ ഹിതത്തിന് വിരോധമായിട്ട് ഒന്നും എനിക്ക് സംഭവിക്കുകയില്ല. There will nothing happen to me without his permission, without his will. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ നമുക്കും പറയാൻ പറ്റണം. So just like the psalmist says, we should be able to എന്റെ ആത്മാവേ നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നേ. my soul, why are you ദൈവത്തിൽ sad? പ്രത്യാശ വെക്കുക. Put your hope in Christ. അവൻ നിന്റെ മുഖപ്രകാശവും നിന്റെ രക്ഷയുമാകുന്നു എന്നിങ്ങനെ ഇനിയും ഞാൻ അവനെ സ്തുതിക്കും. He is your light and your salvation. I will continue to praise him. ഞാൻ എൻ്റെ വാക്കുകളെ ഇന്ന് പെട്ടെന്ന് അവസാനിപ്പിക്കും. I want to conclude my words quickly here. ഇന്നൊരു പക്ഷേ നമ്മളൊരു വലിയ സ്റ്റോമിന്റെ മധ്യത്തിൽ കൂടെ കടന്നു പോകുമായിരിക്കും. You may be going through in the middle of a storm. അതേ തരത്തിലുള്ളതാണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. I don't know, but you know what that kind of storm you're facing. വളരെ വലിയ പരിശോധനകളായിരിക്കാം. Maybe great persecution. കുടുംബ ബന്ധത്തിലെ വിള്ളലുകളായിരിക്കാം. It could be gaps in your family life. ഒരുപക്ഷെ നിങ്ങളെ അലട്ടുന്ന രോഗമായിരിക്കാം. It could be a sickness you're bothered by. നിങ്ങളുടെ ജോബിന്റെ സിറ്റുവേഷൻ It ആയിരിക്കാം. could be a situation of your job. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ബന്ധങ്ങളെ നിങ്ങൾ അതിനെ നേരിടുന്നതായിരിക്കാം. Maybe facing difficult relationship issues. I don't know what it is. എനിക്ക് അറിഞ്ഞുകൂടാ എന്താണെന്ന്. പക്ഷേ in the middle of that storm, ആ കാറ്റിന്റെ നടുവിൽ നമ്മുടെ കൂടെ ഇരിക്കുന്നവനാ നമ്മുടെ കർത്താവ്. Our God is the one who is with us in the midst of that storm.
ഹല്ലേലൂയ. Hallelujah. ഇന്ന് രാവിലെ ഓർത്തുകൊള്ളണം, You must remember this morning. നമ്മൾ ഈ മിറക്കിളിലേക്ക് പോകുന്നതേ ഉള്ളൂ. അതിലേക്ക് പ്രവേശിച്ച് അതിൽ നിന്ന് പല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. There is many things to be learned from this miracle. We're just entering the miracle. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ ഇന്ന് അതിൽ നിന്ന് എടുത്ത് കാണിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ I അവസാനിപ്പിക്കാം. want to remind you one more thing from that miracle and conclude. എങ്ങനെയാണ് ഇതിന്റെ മധ്യത്തിൽ പത്രോസിന്റെ വിശ്വാസം ഒന്ന് ബിൽഡപ്പ് ചെയ്യാനിടയാ? So how is Peter's faith is encouraged in the middle of this? He took a step of faith, അല്ലേ? ഒരു വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പ് പത്രോസ് എടുത്തു. നമ്മൾ വാസ്തവത്തിൽ പത്രോസിന്റെ ഈ സംഭവം പറയുന്ന ഉടനെ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്തുവാ? So as we read this miracle of Peter's statement, what does come to our mind? എന്തുവാ വരുന്നേ? What does come to our mind? ഭീരുവായ പത്രോസ്, അല്ലെങ്കിൽ മുങ്ങി താഴാൻ പോകുന്ന പത്രോസിനെയാണ് നമ്മുടെ ഓർമ്മയിൽ വരുന്നത്. Many times we remember Peter who is a coward about to drown. കർത്താവ് ഇങ്ങനെ കടലിന്മേൽ നടന്നു വരുന്നു, ഇത് പേടിക്കേണ്ട ഞാനാകുന്നു എന്ന് പറഞ്ഞ് യേശു കർത്താവാണെന്ന് അറിഞ്ഞ ഉടനെ പത്രോസും കൂടെയുള്ളവരും ഒക്കെ ധൈര്യപ്പെട്ടു. And Peter and the disciples were encouraged when he heard that it was Jesus. അപ്പം പത്രോസ് കണ്ടു കർത്താവ് കടലിന്മേൽ നടക്കുകയാ, വെള്ളത്തിന്മേൽ. Peter saw that Jesus was walking towards him on water. അപ്പൊ അവൻ പെർമിഷൻ ചോദിച്ചു, കർത്താവേ അത് നീ ആകുന്നുവെങ്കിൽ ഞാനും നിന്റെ അടുത്തേക്ക് വരാൻ നീ ഒന്ന് കൽപ്പിക്കണം. Peter said, if it is you, Lord, then I want to come towards you. Allow me to walk towards you. എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യം, പത്രോസ് ഇത് നിനക്ക് പറ്റിയ പണിയൊന്നുമല്ല, ഇതെനിക്ക് മാത്രം പറ്റുന്ന കാര്യമാ എന്ന് വേണേ കർത്താവിന് പറയായിരുന്നു, അല്ലേ? Jesus could have responded saying, Peter, that is not possible for you. It is only for me to walk on water. ഈ വെള്ളത്തില് നിനക്ക് അതിന്റെ എന്നാ തെർമോഡൈനാമിക്സോ ഇതിനെയൊക്കെ ഇതിനെ ഫേസ് ചെയ്യാൻ നിനക്ക് പറ്റത്തില്ല. And you are not able to understand the hydrodynamics of walking on the water. അങ്ങനെ വേണേ പറയാറുണ്ട് He could have കർത്താവ്. said that. പക്ഷെ കർത്താവ് വിശ്വാസത്തിന്റെ ഒരു എക്സ്പെരിമെന്റ്, ഒരു ക്രിയേറ്റിവിറ്റി, ഒരാൾ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പം കർത്താവ് നിരുത്സാഹപ്പെടുത്തുന്നില്ല. But Jesus is not really kind of distracting him from wanting to take a step of faith. അപ്പം കർത്താവ് പറയുക, come on Peter. Jesus says, come. യേശുവിന്റെ വാക്കുകൾ ഓർത്തു നോക്കിയേ, മനസ്സിൽ സങ്കല്പിച്ചു നോക്കിയേ. Think about the words of Jesus in your own mind. കർത്താവേ, ഞാനും കൂടെ ആ വെള്ളത്തിന്മേലും നടന്നോട്ടെ. Lord, can I walk on the water just like you have? കർത്താവ് പറയാ, come on Peter. Jesus is saying, come Peter. എല്ലാവരും അത്ഭുതത്തോടെ ബോട്ടിൽ ഇരിക്കുക ഇങ്ങനെ. Everybody, all the other disciples are watching. പക്ഷെ പത്രോസ് എല്ലാരെയും ഒന്ന് നോക്കി കാണും. Peter may have turned around, looked at the disciples, എന്നിട്ട് പതിയെ ബോട്ടിന്റെ കോർണറിലേക്ക് നീങ്ങി. and he went to the side of the boat. ഒരു കാലെടുത്ത് താഴേക്ക് വെച്ചു. And he took one step onto the water. വെള്ളത്തിലേക്ക് തന്റെ കാല് കുത്തി. And he put his feet on the water. വെള്ളം ഇങ്ങനെ കട്ടിയായിട്ട് ഉറച്ച ഒരു പ്രതലം പോലെ അവന്റെ കാലിന്റെ കീഴില്. And the water became like ice under his feet. അവൻ അടുത്ത കാലെടുത്തു. And he put the next step. രണ്ട് കാലും വെള്ളത്തിന്മേൽ വെച്ചു. And put both his feet on അവൻ the water. ചെറിയ ചെറിയ സ്റ്റെപ്സ്, ബേബി സ്റ്റെപ്സ് എടുക്കാൻ തുടങ്ങി. And he started taking baby steps. പതിയെ കർത്താവിന്റെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങുകയാ. Slowly he's walking towards God, Jesus. ഇത്ര വലിയൊരു ഇനിഷ്യേറ്റീവ് അല്ലേ? What an initiative he takes. നമ്മൾ ഈ കുറ്റം പറയുന്നതിന് പകരം Many times we accuse people. അവൻ എടുത്തിയ ഡെയറിംഗ് ആയിട്ടുള്ള സ്റ്റെപ്പിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനൂടെ പഠിക്കണം. Can we appreciate the daring step Peter has taken? ബാക്കി 11 ശിഷ്യന്മാരും പേടിച്ചരണ്ട് അതിനകത്തിരിക്കുമ്പോൾ The rest of the 11 disciples are in the boat scared. ഈ കാറ്റും കടലും തിരയും എല്ലാം കണ്ട് ഭയപ്പെട്ടിരിക്കുമ്പോൾ As they were watching the wind and the storm and afraid. ഒരു പത്രോസ് മാത്രം One Peter took this initiative. ഈ ബോട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാ. And he was stepped out in faith out of അവൻ the boat. വെള്ളത്തിന്മേൽ നടക്കുകയാ. And he's walking on water. ഹല്ലേലൂയ. Amen. നമ്മുടെയും കണ്ണുകൾ എപ്പോഴും സാധാരണ എങ്ങനെ ആളുകളുടെ കുറ്റം കണ്ടുപിടിക്കാവുന്നുള്ളൂ. Many times we are looking at finding fault in others. ഞാൻ സാധാരണ പറയുന്ന പോലെ നിങ്ങളുടെ ആരുടെയും കാര്യം ഒന്നും അല്ല ഞാൻ I'm പറയുന്നത്. not talking about any of you just like I normally said. നമ്മൾ ദോഷൈക ദൃക്കുകളാണ് പലപ്പോഴും. Many times we have eyes that are looking to find fault. എങ്ങനെയാലും മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടുപിടിക്കണം. To find fault in others. അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട്
പലപ്പോഴും വലിയ ബുദ്ധിമുട്ടാണ്. Many times it is difficult for us to appreciate others. ആ കൃപയുള്ളവർ വളരെ കുറവാണ്. And the people who have ability to appreciate others is very few. ഒന്ന് ചേഞ്ച് ചെയ്യാമോ നമുക്ക്? Can we change our attitude? നമ്മുടെ ദൃഷ്ടി ഒന്ന് ചേഞ്ച് ചെയ്യാമോ? Our eyes that can be changed. ആളുകളെ നോക്കി എങ്ങനെയെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് അത് അഡ്വർടൈസ് ചെയ്തുകൊണ്ട് നടക്കാതെ To advertise what others' faults are. ഒന്ന് സബാഷ് പറയാനായിട്ട്, To say good job. ഒന്ന് തോളി തട്ടിയിട്ട് നല്ല ഗുഡ് ജോബ് എന്ന് പറയാൻ, To pat on their shoulders and say you have done a good job. ഒന്ന് എൻകറേജ് ചെയ്യാൻ. To encourage somebody. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ പറയലെന്ന് എനിക്കറിയാം, കുഴപ്പമില്ല. ഇൻസൈറ്റ് കിട്ടണം നമുക്ക് വചനത്തിൽ നിന്ന്. We should receive insight from the word of God. നമ്മുടെ കോണ്ടക്റ്റ് മാറണം. Our conduct should change. ഇടപെടുന്ന രീതികൾ മാറണം. The way we behave should change. പ്രതികരിക്കുന്ന രീതികൾ മാറണം. Our responses should change. ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ We പഠിക്കണം. should learn to appreciate others. പത്രോസ് എടുത്ത ഇനിഷ്യേറ്റീവ് തിരിച്ചറിയാൻ പറ്റണം. We must understand the initiative Peter took here. ഒരു ഫേമസ് ഹണ്ടറിന്റെ ഒരു എക്സ്പീരിയൻസ് വായിച്ച ഞാൻ ഓർക്കുന്നു. I remember reading an experience of a hunter. പുള്ളിക്ക് തൻ്റെ കൂട്ടുകാരെ ഒന്ന് ഇംപ്രസ് ചെയ്യാനുള്ള വലിയ ആഗ്രഹമുണ്ട്. He had a great desire to impress his friends. അതിനുവേണ്ടി വളരെ സ്മാർട്ടസ്റ്റ് ആൻഡ് വെരി എക്സ്പെൻസീവ് ഒരു ഹണ്ടിങ് ഡോഗിനെ വാങ്ങി. So he bought this hunting dog, was very smart. എന്നിട്ട് ആ ഡോഗിനെ വളരെ നാളുകൾ ട്രെയിൻ ചെയ്തു. He trained this dog for many months. മറ്റ് ഡോഗ്സിനൊന്നും ചെയ്യാൻ പറ്റുകയില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഈ പട്ടിയെ പരിശീലിപ്പിച്ചു, നായയെ പരിശീലിപ്പിച്ചു. This dog was trained to do things that other dogs were not capable of. ഇപ്പം പട്ടി എന്നൊക്കെ പറയാൻ പേടിയാണ്. Many times he's afraid to say dog. ബട്ട് നന്നായിട്ട് ട്രെയിൻ ചെയ്തു. This dog was trained well. എന്നിട്ട് ഒരു ദിവസം ഹണ്ടേഴ്സ് ആയിട്ടുള്ള തന്റെ ഫ്രണ്ട്സിനെ എല്ലാം കൂടെ വിളിച്ചു. So he called all of his hunting buddies. ഒരു ബോട്ടിൽ കയറി അവർ പോവുകയാണ്. So they were on a boat going. ഡക്ക് ഹണ്ടിങ്ങിന് പോയതാണ്. They were going to duck hunting. അവരിങ്ങനെ ഹണ്ടിങ്ങിന് പോയപ്പം കുറച്ച് കഴിഞ്ഞപ്പം ഒരു ഡക്സിന്റെ എല്ലാം കൂടെ ഒരു വലിയ കൂട്ടം ഇങ്ങനെ മുകളിൽ കൂടെ പറന്നു പോകുന്നതാണ്. And so as they were waiting, a bunch of ducks flew by. അപ്പൊ അവര് ഒരു അതിൽ കുറെ എണ്ണത്തിനെ വെടിവെച്ചിട്ടു. So they shot a bunch of those ducks. അവയെല്ലാം വെള്ളത്തിൽ വീണു. So they all fell into the lake. അപ്പം ഈ ഡക്സ് വെള്ളത്തിൽ വീണപ്പം ഈ ഹണ്ടർ തന്റെ പട്ടിയോട് പറഞ്ഞു. So as the ducks fell in the water, the dog was commanded, go get them. അതിനെ പോയി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അപ്പം ഈ പട്ടി ഈ ഡോഗ് ബോട്ടിൽ നിന്ന് കുതിച്ച് ചാടി വെള്ളത്തിലേക്ക്. So the dog jumped out of the boat to go get those ducks. എന്നിട്ട് വെള്ളത്തിന്മേൽ നടന്ന് ചെന്ന് ഈ ഡക്കിൽ ഓരോന്നായിട്ട് അതിനെ പിടിച്ചോണ്ട് വരാൻ. So the dog began walking on the water to go get the ducks. അപ്പൊ അതെല്ലാം കഴിഞ്ഞേച്ച് അവസാനം ഈ കൂട്ടുകാരോട് ഈ സ്നേഹിതൻ ചോദിച്ചു. So after that, the man asked the friends, Did you notice anything unusual about my dog? എൻ്റെ പട്ടിയെ കുറിച്ച് നിങ്ങൾ unusual ആയിട്ട് എന്തെങ്കിലും നോട്ടീസ് ചെയ്തോ? അപ്പൊ അവര് പറഞ്ഞു, yeah. Your silly dog doesn't know how to swim എന്ന് പറഞ്ഞു. നിന്റെ പട്ടിക്ക് സ്വിം ചെയ്യാൻ അറിയത്തില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ അത് വെള്ളത്തിൽ നടന്നത് അപ്രീഷിയേറ്റ് ചെയ്യുകയല്ല. They did not appreciate the dog was walking. നിന്റെ പട്ടിക്ക് നീന്താൻ അറിയത്തില്ലല്ലോ എന്നാ പറയുന്നത്. They said that your dog does not know how to swim like നമ്മളും normal dogs. പത്രോസിന് കൊടുക്കുന്ന പ്രതികരണം ഇങ്ങനെയാ. That is the same response we give to പത്രോസ്, Peter. നിനക്കൊന്ന് പിടിച്ചു നിൽക്കാൻ അറിയത്തില്ലായിരുന്നു. But you don't know how to hold on, Peter. നീ മുങ്ങാതെ നിൽക്കാൻ നിനക്കറിഞ്ഞുകൂടായിരുന്നു. You didn't have the courage to stand when the waves were coming against you. But he was the only one to have that faith. അവന് മാത്രമേ ആ വിശ്വാസം ഉള്ളായിരുന്ന വെള്ളത്തിലോട്ടൊരു സ്റ്റെപ്പ് എടുക്കാൻ. നീ ആണെങ്കിൽ എനിക്കും അത് ചെയ്യണം. But if you were in that situation, you want to do the same. A step of faith. ഒരു വിശ്വാസത്തിന്റെ ഒരു കാലെടുത്ത് വെക്കുക. അതാ കർത്താവ് പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത്. That is what Jesus is trying to teach us here. A step of faith will always take us closer to the Lord. ഒരു വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പ് നമ്മളെ കർത്താവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. A step of faith will test the unknown.
നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുക്കുമ്പോൾ അത് നമ്മളെ പഠിപ്പിക്കുന്നു. A step of faith will make us to grow spiritually. നമ്മളെ അത് ആത്മീയമായിട്ട് വളരുവാനായിട്ട് ഒരു സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത് നമ്മളെ സഹായിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ I അവസാനിപ്പിക്കാം. want to conclude my words. ദൈവം വെച്ചാൽ അടുത്ത ആഴ്ച ഇത് തുടരാം. I will pick up where I left off next week. ഒരു സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാൻ ഒരുക്കമാണോ? Are you willing to take a step of faith this ഈ morning? 2024 ഒരു സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത് എടുത്തിട്ടുണ്ടോ? Have you taken a step of faith in the beginning of the year? കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, Many times you say it's not possible. നിങ്ങൾക്ക് അസാധ്യം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, Many times it is impossible for me. അതിനെ നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞോ ഇതുവരെ? Can you were you able to say to your lack of faith, കർത്താവിനോട് കൂടെ ഉണ്ടെങ്കിൽ if my Lord is with me, ഞാൻ ഒരു കാൽ എടുത്തു വെക്കാൻ പോവുകയാ, I'm going to take a step of faith. ഒരു ചുവട് ഞാൻ വയ്ക്കാൻ I'm പോവുകയാ. going to take the second step. അഴിയെന്നോർത്തില്ല, ആഴമറിഞ്ഞില്ല, അലകൾക്കും ഞാൻ തെല്ലും ഓ അഴിയെന്നോർത്തില്ല, ആഴമറിഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവ്, നിൻ വിളി കേട്ടു ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവ്, യാഗേ ചേർന്ന് പാടാം. നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ സ്തുത്യഹമേതവ. എനിക്കറിഞ്ഞുകൂടെ ഇന്ന് എങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചതെന്ന്. I don't know how the Holy Spirit was speaking to you this morning. എന്ത് ചെയ്യാനാ നിങ്ങളെ പ്രേരിപ്പിച്ചതെന്നും I എനിക്കറിഞ്ഞുകൂടാ. don't know how the Holy Spirit is motivating to you do. എന്നാൽ ഇന്ന് ഈ വചനം കേട്ടവരിൽ എത്ര പേരുണ്ട് How many of you listened to my words this morning? ഞാനൊരു സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാൻ പോവുകയെന്ന് പറയുന്നു? I'm going to take a step of faith this morning. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? Any of you sitting here, അങ്ങനെയുള്ളവരൊന്ന് എഴുന്നേറ്റ് നിന്നാട്ട് I want ദൈവസന്നിധിയിൽ those people who made that commitment to stand on your ദൈവത്തിന്റെ feet. വചനത്തോട് ഉള്ള പ്രതികരണമായിട്ട് That is a response to the word of God this morning. ജീവിതത്തിന്റെ ഏത് ഏരിയയെ കുറിച്ചാണേലും Regardless of what part or of life is, ഞാൻ വിശ്വാസത്തിന്റെ ഒരു ചുവടുവയ്പ് നടത്താൻ I പോവുകയാണ്. am going to take a step of faith this morning. ഇതുവരെ ഞാൻ നടന്നിട്ടില്ലാത്ത ഒരു ഗ്രൗണ്ട്, I am going to go on territories that I have never walked. എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു സാഹചര്യത്വം, I am going through a new area that I'm not familiar അതിനെയാ with. ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. I am facing those things. ഇന്ന് ഞാൻ എന്നാൽ ഒരു സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുകയാ. I'm facing those things, but I'm going to take a step of faith. യേശുവാണ് ഈ എന്റെ അടുത്തേക്ക് നടന്നു വരുന്നതെങ്കിൽ, If Jesus is the one walking towards me, എനിക്ക് സ്റ്റെപ്പ് എടുക്കാൻ കഴിയണം. I should be able to take a step of faith. ഇന്ന് രാവിലെ എന്തുവാ നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്നത്? What is the things that discourage us this morning? തടയുന്ന ശക്തികൾ നീങ്ങിപ്പോകട്ടെ. And all those things are blocking us. I ഒരു pray പുതിയ and തീരുമാനം ഇന്ന് പകൽക്കാലം നമുക്ക് എടുക്കാം. and let us take a new commitment this morning. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. Let us surrender ourselves in the presence of God. ഹല്ലേലൂയ. വരുന്ന Hallelujah. ദിവസങ്ങളിൽ അത് നമ്മുടെ ജീവിതത്തിൽ തെളിവായിട്ട് കാണപ്പെടുവാൻ And ഇടയാകും. there will be in the days to come, there will be a living proof in our life. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. Our Heavenly Father, we thank you for that step of faith that we're going to take this morning, Lord. I pray for those who are standing in your presence this morning. You understand their situation. You understand their problems. But thank you for their commitment to take a step of faith, Lord. Honor their faith, oh God. Just like you honored Peter's wish, oh God, to come towards you. As you draw near to us, we will draw near to you. That's what your word says, Lord. I pray that you will draw near to them in every step of the way, Lord. Thank you for speaking to our hearts this morning. Amen, amen. Oftentimes we are perplexed. We are confused, Amen, Lord. amen. We don't know what to do. But we have heard this morning Yes. that we will be willing to take a step of faith, regardless of what others say, Lord. Help us to also to encourage others, not to be discouraging words, Lord. Words to encourage and equip others, oh God, for your Amen, kingdom, amen, oh God, in the amen, days. amen. Thank you for encouraging your servant to share the word this morning. We pray for those who are online watching us. Their needs also I bring to you, oh God. Amen. Touch them, oh God, where they Amen, are. amen. We thank you and we praise you. In Jesus Christ, our Lord's precious name, we pray. Amen. Please be seated in your places. God bless you all.